എത്ര കാലം നിങ്ങൾ RSSനെ കുറ്റം പറയും, RSSൻ്റെ സിലബസ് എന്ന് പറയും? ഒരു RSSൻ്റെ സിലബസും ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊരു വ്യക്തമായ തീരുമാനമൊട്ട് പറയുന്നുമില്ല. അതേസമയം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത് നടപ്പാക്കുന്നുണ്ട്. ഇത് നല്ല ഫിലോസഫിയാണെന്നറിയാം. അതായത് സ്റ്റേറ്റിന് പൈസ ഇല്ലാത്തവർ പോലും മോഡൽ സ്കൂളുകൾ ഉണ്ടാക്കണം, അത് കുട്ടികൾ ബെനിഫിറ്റഡ് ആവണം, അത് കണ്ട് മറ്റുള്ളവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലത്തെ സ്കൂൾ ഉണ്ടാവണം എന്ന് പറയും തുടങ്ങിയാണ് PM ശ്രീ സ്കൂൾ. സംസ്ഥാന സിലബസ് തയ്യാറാക്കുന്നതിൽ ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടൽ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടോ? സിലബസ് സ്റ്റേറ്റ് സിലബസ് തന്നെ അവർക്ക് ഉപയോഗിക്കാം, സെൻട്രൽ സിലബസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ടോട്ടൽ ഫ്രീഡം ഉണ്ട്. പിന്നെ എന്തിന് ഞങ്ങൾ എതിർക്കുന്നു ഒന്ന്. അതിനിടയ്ക്ക് ഒരെണ്ണം പറയാറുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. കള്ളത്തരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തരം മാറ്റിയെടുക്കുക ഒരുപാട് സമയമെടുക്കും. ഞാൻ തന്നെ ഈ RSSൻ്റെ അജണ്ട അടിച്ചേൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് റിസർച്ച് ഒരുപാട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഡിസിസ്റ്റൻസ് ഇല്ല. നല്ല ക്ലാസ് റൂം കുട്ടിക്ക് വേണ്ടി, നല്ല ഫുഡ് കുട്ടിക്ക് വേണ്ടി, നല്ല ടീച്ചർ കുട്ടിക്ക് വേണ്ടി, നല്ല ലാബ് കുട്ടിക്ക് വേണ്ടി, സ്മാർട്ട് ക്ലാസ് റൂം കുട്ടിക്ക് വേണ്ടി, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. നിലവിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷയുടെ എന്തെങ്കിലും കാര്യം തോന്നുന്നുണ്ടോ? ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ 28-ൽ 3 സ്റ്റേറ്റുകാർക്ക് സ്വല്പം വിഷമം. അത് നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് കേരളം, രണ്ടാമത് തമിഴ്നാട്, മൂന്നാമത് വെസ്റ്റ് ബംഗാൾ. ലുക്ക് അറ്റ് ദ പൊളിറ്റിക്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്. PM ശ്രീ അവരെ അഡോപ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ more than 1,000 to 1,500 crore ബെനിഫിറ്റ് കേന്ദ്രത്തിൽ നിന്ന് സ്റ്റേറ്റിന് വരും. പൊളിറ്റിക്കൽ ഫാൾസ് വെച്ചുകൊണ്ട് അവരെ കണ്ടിന്യൂസ് ആയിട്ട് ചീറ്റ് ചെയ്യുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലായി. ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് എതിർക്കുന്നത്. PM ശ്രീയാണ് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിഷയം. ഒരു വിദ്യാഭ്യാസ വിഷയമായതുകൊണ്ട് തന്നെ അതീവ ഗൗരവം ഇക്കാര്യം അർഹിക്കുന്നുണ്ട്. PM ശ്രീയിൽ നിന്നും മാറി നിൽക്കണമെന്ന നിലപാട് UDF സർക്കാർ പറയാതെ പറയുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കരുത് എന്ന നിലപാട് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തു വേറെന്ന് പറയുന്നു. LDF സർക്കാരിൻ്റെ കാലത്തും സമാന പ്രശ്നങ്ങളുണ്ടായി. എന്തുകൊണ്ട് PM ശ്രീ എതിർക്കപ്പെടുന്നു? ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാമാണ്. നേരിട്ട് അഭിമുഖത്തിലേക്ക് കടക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇത് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് നമുക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. PM ശ്രീ എതിർക്കപ്പെടുകയാണ് ഒരു വശത്ത്. PM ശ്രീ വസ്തുതാപരമായി അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതില്ല എന്നൊരു ബോധ്യവും നമുക്ക് സാധാരണ മനുഷ്യർക്ക് പോലും ഉണ്ടാകുന്നു. സ്വാഭാവികമായും എന്താണ് PM ശ്രീ എന്നതിനപ്പുറം എന്താണ് ഈ എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്നതാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്നൊരു വിഷയം. എന്താണ് സാറിന് ഇത് എതിർക്കപ്പെടുന്നതിൻ്റെ കാര്യമായി തോന്നുന്നത്? ഈ PM ശ്രീയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ PM ശ്രീ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? PM ശ്രീ ഈസ് വൺ ഓഫ് ദി 27 ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയാൻ എന്നതാ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഓഫ് NEP 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതാണ് NEP 2020. കസ്തൂരി രംഗൻ ചെയർമാനായിട്ടുള്ള റിപ്പോർട്ട് 5.5 കൊല്ലത്തോളം പഠിച്ച് 2 ലക്ഷത്തോളം കൺസൾട്ടേഷൻസ്, ലോങ് ഡിസ്കഷൻസ്, അവസാനം വന്ന ഒരു ഡോക്യുമെൻ്റാണ് NEP 2020. എന്തിന് NEP 2020? ഒരു 30 കൊല്ലം മറ്റ് കഴിഞ്ഞു എഡ്യൂക്കേഷൻ മേഖലയിൽ കാതലായ റിഫോംസ് കൊണ്ടുവന്നിട്ട്. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തോ തകരാറുണ്ട്. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടവരെ നമ്മൾ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. പുതിയ ടെക്നോളജിക്കനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവശ്യപ്പെടുന്ന ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാതലായ മാറ്റം വരണം. എങ്ങനെയായിരിക്കണം എൻ്റെ ഫിലോസഫി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പഠിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഡിജിറ്റൽ വേൾഡാണ്. ഇൻ്റർനെറ്റ് വേൾഡ്, ഡിജിറ്റൽ വേൾഡ്, ടെക്നോളജി വേൾഡ്, ഇന്നൊവേഷൻ്റെ വേൾഡാണ്. ആ വേൾഡിൽ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സാമിനേഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഗ്ഗിങ് ലേണിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അവർ ചിലരൊക്കെ പറയും ഗുമസ്തന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആളെന്ന് പറയും. അതല്ല നമുക്കിന്ന് വേണ്ടത്. നമുക്കിന്ന് ടെക്നോക്രാറ്റ്സ് വേണം, എക്സ്പെർട്സ് വേണം, ഇന്നൊവേറ്റേഴ്സ് വേണം, സ്കില്ലേഴ്സ് വേണം, അല്ലെങ്കിൽ സ്കില്ലിംഗ് ആയിട്ടുള്ള എക്സ്പെർട്സ് വേണം, ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ളവർ വേണം, സയൻറ്റിസ്റ്റ് വേണം, അതെല്ലാം ഡീപ്പ് റിസർച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ വേണം. അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചില മേഖലകൾ അടിസ്ഥാനമായി ചിന്തിക്കണം.
അത് മാത്രമല്ല, NEP ആ ടീമിനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻ്റ് എന്നൊരു വാക്ക് പറയും. പിന്നെ പറയും ഫ്യൂച്ചർ റെഡി എന്ന് പറയും, സ്കിൽഡ് എന്ന് പറയും, എംപ്ലോയബിൾ എന്ന് പറയും. ഇതൊക്കെ പറയുമ്പം നമ്മൾ വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലീഡേഴ്സ് കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന് 5+3+3+4 15 years ഓഫ് സ്റ്റഡി കഴിഞ്ഞ് KG നിന്ന് PGയിലേക്ക് പോകുന്ന യാത്ര, 15, 5, 20, 21 വയസ്സ് വരെയുള്ള യാത്ര കഴിയുമ്പം ആ സ്റ്റുഡൻറ്റ് എങ്ങനെ ഇരിക്കണമെന്നുള്ളതിനെപ്പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ. അവൻ ശാരീരികമായി മിടുക്കനായിരിക്കണം, മാനസികമായി മിടുക്കനായിരിക്കണം, ഇൻ്റലക്ച്വൽ ആയിരിക്കണം, അതിനേക്കാൾ ഉപരി അവൻ സ്കില്ലിംഗ് ഉള്ളവനായിരിക്കണം, ജോലി ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം, എഴുതാൻ മാത്രമല്ല ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം, ക്യാരക്ടർ ഉള്ളവനായിരിക്കണം, സ്പിരിച്വൽ തോട്ട്സ് ഉള്ളവനായിരിക്കണം, വാല്യൂ സിസ്റ്റം ഉള്ളവനായിരിക്കണം. അവന് മാത്രം നന്മ ചെയ്യാനല്ല, സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യാൻ പറ്റിയവനായിരിക്കണം. പുതിയ ടെക്നോളജി അനുസരിച്ച് ഏത് ജോലിക്കും പോകാൻ പറ്റുന്നവനായിരിക്കണം. ലോകത്ത് എവിടെ വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സർവൈവ് ചെയ്യുന്നവനായിരിക്കണം. ലോകത്തിൻ്റെ എമർജിങ് നീഡ്സിന് വേണ്ട എല്ലാ യോഗ്യതയും ഉള്ള, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഇൻ്റലക്ച്വലി, സ്കിൽ വൈസ്, ക്യാരക്ടർ വൈസ് റിച്ച് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ബോയ് ഓർ എ ഗേൾ. 20-21 3 വയസ്സിൽ കൊണ്ട് നമ്മൾ LKG അഡ്മിറ്റ് ചെയ്ത കുട്ടി 21 കൊല്ലത്തെ ജേണി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നുള്ളതിനെപ്പറ്റി സങ്കല്പവും ആ പ്രോസസ്സിൽ അവൻ ഏതെല്ലാം രീതിയിൽ അവൻ ഇൻഫ്യൂസ് ചെയ്യണമെന്നുള്ളതും, അങ്ങനെ ഇൻഫ്യൂസ് ചെയ്ത് അവൻ ആ പ്രോഡക്റ്റ് വെളി വരുമ്പം വരണമെങ്കിൽ ആ ഫാക്ടറിക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണമെന്നും ഉള്ളതും വളരെ ശക്തമായി പഠിച്ചതിന് ശേഷമാണ് അത് ആ ഫിലോസഫി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൾ ഇന്ത്യയിൽ എടുത്ത് നോക്കൂ, ഏതാണ്ട് നമുക്ക് 14 ലക്ഷത്തോളം സ്കൂളുകളുണ്ട്. 14 ലക്ഷം സ്കൂളിലും കൂടെ ഏതാണ്ട് 25 കോടി കുട്ടികളുണ്ടെന്നാണ് ഇന്ത്യയിൽ. അത് കേരളത്തിൽ കേരളത്തിൽ വരുമ്പോൾ ഏതാണ്ട് 13,000 സ്കൂളുണ്ട്. 13,000 സ്കൂളിൽ ഏതാണ്ട് 40 ലക്ഷം കുട്ടികളുണ്ട്. 40 ലക്ഷം കുട്ടികളെ പഠിപ്പിക്കാൻ 1.5 ലക്ഷം അധ്യാപകരുണ്ട്. ഞാൻ നേരത്തെ കണക്കൂട്ടി നോക്കിയപ്പോൾ കേരളത്തിൽ ഒരു 240 പേരെ എടുത്ത ഒരാൾ അധ്യാപകനാണ്. ഒരു 10 പേരെ എടുത്ത ഒരാൾ സ്കൂൾ കുട്ടിയാണ്. 360 ലക്ഷത്തിൽ ഇന്നത്തെ റേഷ്യോ വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ 240 അധ്യാപകനും 10 സ്റ്റുഡൻറ്റുമാണ്. ഇത്രയും പേരുള്ളവരാണ്. ഇത് ഫ്യൂച്ചറിനെ താങ്ങി നിർത്തേണ്ട കപ്പാസിറ്റി ഉള്ള ഒരു ആർമിയെ ഡെവലപ്പ് ചെയ്യുകയാണ്. NEPക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്, ക്ലാസ് റൂം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുണ്ട്. സ്കൂൾസിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു. സ്കൂൾസിലാണ് ഈ പറഞ്ഞ 40 ലക്ഷം കുട്ടികൾ സ്കൂളിൽ തന്നെ കിടക്കുകയാണ്. അതിൽ 12 ലക്ഷം കുട്ടികൾ വേറെ കോളേജിലും ഉണ്ട്. ഈ 40 ലക്ഷം കുട്ടികൾ ഇന്ന് പഠിക്കുന്ന സ്കൂളുകളുടെ അവസ്ഥ വളരെ വളരെ ശോചനീയമാണ്. അവർ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്കൂൾ എൻവയോൺമെൻറ്റും ടീച്ചർ ക്വാളിറ്റി സ്റ്റാറ്റസും വളരെ മോശമായതുകൊണ്ട് അവരുടെ സ്റ്റുഡൻറ്റ് ഔട്ട്പുട്ട് വളരെ മോശമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു പല പ്രോഗ്രാംസ് ചെയ്യല്ലേ, വി വിൽ ഹാവ് എ ന്യൂ പ്രോഗ്രാം ലൈക്ക് PM ശ്രീ, പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ റൈസിങ് സ്കൂൾ പ്രോഗ്രാം. എന്താണ് PM ശ്രീ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഫേസിൽ നമുക്ക് ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഒരു 13,500ഓളം സ്കൂളുകൾ 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ആദ്യത്തെ ഫേസിൽ. ഈ 13,500 സ്കൂളിനെ നമുക്ക് മോഡൽ സ്കൂളുകളായിട്ട് ഡെവലപ്പ് ചെയ്യണം, റൈസിങ് സ്കൂളുകളായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റേറ്റുകൾക്കൊന്നും പൈസ കൊടുക്കാനില്ല, അവരെല്ലാം കടം വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. സോ സെൻട്രൽ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് ഗ്രാൻറ്റ്സ് വിത്ത് സ്പെസിഫിക് പർപ്പസ് നമ്പർ 1 environment upgradation, smart classrooms, playgrounds, smart labs, skilling facilities, teachers training, better salary. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ചില ഐറ്റംസ് ഉണ്ട്. 1, 2, 3 എന്ന് പറയുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഉപയോഗിക്കണം. ഈ ഫണ്ട് ഈ പർപ്പസിന് ഉപയോഗിച്ച് കുട്ടികൾക്കൊരു ഐഡിയൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ബെസ്റ്റ് ടീച്ചേഴ്സിനെ കൊണ്ട് പഠിപ്പിച്ച് ഈ ജേണി തുടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശം ഒരു പരിധി വരെയൊക്കെ നേടാം എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിങ് സ്കൂൾ എന്ന ഫിലോസഫിയിൽ 13,500 സ്കൂളിന് ഒരു സ്കൂളിന് ഏതാണ്ട് 2 കോടി ആവറേജ് ഗ്രാൻഡ് വെച്ചിട്ട് 27,000 കോടി എല്ലാം കൂടെ ഞാൻ ആ ഫണ്ട് ഓർക്കുന്നത് 29,000 കോടി രൂപ ആൾ ഇന്ത്യ ലെവലിൽ കൊണ്ടുവന്നതാണ്. അതിൻ്റെ എത്ര നല്ല ഫിലോസഫിയാണെന്നറിയാം. അതായത് സ്റ്റേറ്റിന് പൈസ ഇല്ലാത്തവർ പോലും മോഡൽ സ്കൂളുകൾ ഉണ്ടാക്കണം,
അത് കുട്ടികൾ ബെനിഫിറ്റഡ് ആവണം, അത് കണ്ട് മറ്റുള്ളവരും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലത്തെ സ്കൂൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു തുടങ്ങിയാണ് PM ശ്രീ സ്കൂള്. ഇനി രണ്ടാമതിനോട് ചോദിച്ചത്, ഈ ഇത്രയും നല്ല പദ്ധതി സ്റ്റുഡൻറ്റ് സെൻട്രിക്, സ്റ്റുഡൻ്റാണ് ബെനിഫിഷ്യറി, സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രമാണ് ഇത് വന്നില്ലേ, നഷ്ടപ്പെടുന്ന കുട്ടിക്ക് മാത്രമാണ്, വേറെ ആർക്കും നഷ്ടമില്ല. നല്ല ക്ലാസ് റൂം കുട്ടിക്ക് വേണ്ടി, നല്ല ഫുഡ് കുട്ടിക്ക് വേണ്ടി, നല്ല ടീച്ചർ കുട്ടിക്ക് വേണ്ടി, നല്ല ലാബ് കുട്ടിക്ക് വേണ്ടി, സ്മാർട്ട് ക്ലാസ് റൂം കുട്ടിക്ക് വേണ്ടി. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. ഇതൊക്കെയാണെങ്കിലും ഇത് നല്ല സാധനമാണെങ്കിലും 28 സ്റ്റേറ്റിൽ ഈ 2020 മുതൽ 26 വരെ ആയപ്പോഴത്തേക്ക് 22 ആയപ്പോൾ തന്നെ ഏതാണ്ട് 28 സ്റ്റേറ്റിൽ 25 സ്റ്റേറ്റും അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പോയി പ്രോജക്റ്റ് കൊടുത്ത് സ്കൂളുകൾ വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ 28-ൽ 3 സ്റ്റേറ്റുകാർക്ക് സ്വല്പം വിഷമം. അത് നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് കേരളം, രണ്ടാമത് തമിഴ്നാട്, മൂന്നാമത് വെസ്റ്റ് ബംഗാൾ. ലുക്ക് അറ്റ് ദ പൊളിറ്റിക്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്, ദേ ആർ ദ ഓപ്പോസിഷൻ പൊളിറ്റിക്സ്. ഡൽഹിയിൽ നരേന്ദ്രമോദി ഇത്ര നല്ലൊരു പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്ന് ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഹൃദയം കവരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇത് സംഘപരിവാർ പൊളിറ്റിക്സാണ്, സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാൻ പട്ടുപോട്ട്. ബാക്കി 25 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിക്ക് എടുക്കാവുന്നത് 3 പേര് ഓപ്പോസിഷൻ സ്റ്റേറ്റുകളായിപ്പോയതുകൊണ്ട് മാത്രം രാഷ്ട്രീയം പറഞ്ഞ്, ഫെഡറലിസം പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, സംഘം പരിവാർ സിലബസ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട അർത്ഥം ഊഹിക്കാവുന്നുള്ളൂ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഷിയർ പൊളിറ്റിക്സ്. തീർച്ചയായും ഇതിലൊരു പ്രശ്നം നമ്മൾ കണ്ടത്, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു അന്തിമമായ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഈ PM ശ്രീ ഒപ്പുവെക്കുന്നതും CPI വല്ലാതൊരു എതിർപ്പ് രേഖപ്പെടുത്തുന്നു. ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിന്മാറാം എന്നൊരു ധാരണയിലെത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ കൈവശമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇരിക്കുന്നത്. ആ വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊരു വ്യക്തമായ തീരുമാനമൊട്ട് പറയുന്നുമില്ല. അതേസമയം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത് നടപ്പാക്കുന്നുണ്ട്. അത്തരത്തിൽ പല പാരഡോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ PM ശ്രീയെ ഭയപ്പെടുത്തുന്നതിന്? ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഉറപ്പായി സാർ പറഞ്ഞതിൽ നിന്ന്. ഭയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ PM ശ്രീയിൽ ഞാൻ 3 ഫേസാണ് കാണുന്നത്. ആദ്യത്തെ ഇയർലി ഫേസ് ഓപ്പോസിഷൻ ഫേസ്, കംപ്ലീറ്റ് ഓപ്പോസിഷൻ, 0, നോ. അത് കഴിഞ്ഞ് റിയലൈസ് ചെയ്ത് തുടങ്ങി, എല്ലാവരും ഇതിൻ്റെ ബെനിഫിറ്റ് റിയലൈസ് ചെയ്ത് തുടങ്ങി. 1. രണ്ടാമത് കാര്യമായ കാരണങ്ങളൊന്നും പറയാനില്ലാതുമായി. സ്റ്റേറ്റ് സിലബസ് തന്നെ ഇവർക്ക് ഉപയോഗിക്കാം, സെൻട്രൽ സിലബസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ടോട്ടൽ ഫ്രീഡം ഉണ്ട്. പിന്നെ എന്തിന് ഞങ്ങൾ എതിർക്കുന്നു? 1. രണ്ടാമത് ഇതിപ്പോൾ കേരളം എടുക്കൂ. കേരളത്തിൻ്റെ വൈറ്റ് പേപ്പർ പറഞ്ഞ 2-3 നമ്പർ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റിന് 5.07 lakh കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്ക് ഏതാണ്ട് 1.25 ലക്ഷം രൂപ കടം. പെൻഡിങ് ബിൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 48,000-50,000 കോടി. 2. മൂന്നാമത് ട്രഷറി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0. നാലാമത് ആനുവൽ അല്ല, മന്ത്ലി ആവറേജ് റവന്യൂ അറൗണ്ട് 12,000-13,000 crores. മന്ത്ലി ആവറേജ് എക്സ്പെൻഡിച്ചർ 16,000 crores. എഗെയിൻ എല്ലാ മാസവും 3,000-4,000 രൂപ കടം വാങ്ങിക്കേണ്ട അവസ്ഥ. പുതിയ മന്ത്രിസഭ പെട്ടെന്ന് വെള്ളം കുടിക്കുകയല്ലേ. അവർക്ക് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറയാനേ പറ്റുള്ളൂ, ആൾക്കാരെ പറ്റിക്കാനേ പറ്റത്തുള്ളൂ. നിവൃത്തിയില്ല. സ്കൂള് തുറന്ന് എത്ര നാൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് 1-2 എസ്റ്റിമേറ്റ് ഞാൻ മനസ്സിലാക്കിയത്. PM ശ്രീ അവരെ അഡോപ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ more than 1,000-1,500 crore ബെനിഫിറ്റ് കേന്ദ്രത്തിൽ നിന്ന് സ്റ്റേറ്റിൽ വരും. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചു, ഒരു കാര്യം പറയാം, നമ്മളിങ്ങനെ പട്ടറി കിടക്കുന്നത്, നമുക്ക് പൈസ ഇല്ല, എങ്ങനെയാണ് നമുക്കിതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്ന് ചിന്തിച്ചപ്പം അറിയാതെ പോയി. ഒപ്പോസിഷൻ പൊളിറ്റിക്സ് നമുക്ക് പറയാം, പക്ഷേ റിയാലിറ്റി വേറൊന്നാണല്ലോ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി ഒപ്പിട്ട് പൈസയൊക്കെ റിലീസ് ചെയ്തു. ജനം അറിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അറിയാതെ നമ്മൾ ചെയ്തു, ക്രിറ്റിസിസമായി. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആ പൊളിറ്റിക്കൽ കോലീഷന് വേണ്ടി തൽക്കാലം ഒന്ന് ചവിട്ടി വെച്ചു അല്ലേ. എന്നിട്ടും പറയണത് എന്നതാ, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയുള്ള റീസൺ പറയണം. പൈസ കിട്ടണമല്ലേ, പൈസ വാങ്ങിച്ചെടുക്കാം. പക്ഷേ പൈസ വാങ്ങിച്ചെടുക്കും, നമ്മൾ ചിലവാക്കും. പക്ഷേ ഈ NEP 2020 സ്റ്റുഡൻറ്റ് സെൻട്രിക് ഡെവലപ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യത്തൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യത്തുള്ളൂ. അതിനല്ല പൈസ കൊടുത്തേക്കുന്നത്. 13,500 സ്കൂളിലും ഈ 2 കോടി വീതം കൊടുക്കുമ്പോൾ ഏതിനെല്ലാം കുട്ടിക്ക് എന്തിനു വേണം, എത്തെങ്ങനെ ചിലവാക്കണം, അധ്യാപകൻ എന്ത് ചിലവാക്കണം, എൻവയോൺമെൻറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ചിലവാക്കുക, അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സ്പെൻഡ് ചെയ്യണം, അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അടുത്തത് വാങ്ങണം.
അതാണ് എല്ലാ ഗവൺമെൻറ് സിസ്റ്റത്തിലും ഉള്ളത്. അപ്പോൾ ഫേസ് 2 സൈൻ ചെയ്തു. ഫേസ് 3 എന്ന് പറയുമ്പോൾ നിവൃത്തിയില്ലാവുന്നവർ ചാടിപ്പോയി UDF ഏൽപ്പിച്ചു. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇത് വാങ്ങാതെ രക്ഷയില്ലെന്ന് നന്നായിട്ട് അറിയാം. ആ മിനിസ്റ്ററുടെ സംസാരം കേട്ടാൽ തന്നെ വളരെ കൃത്യമല്ലേ. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു നോ പറയണേ പറഞ്ഞാൽ പോരെ, നോ 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 ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദിസ്, ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം എന്താണെന്നറിയാം, അവർക്ക് ഖജനാവുകാരി ഒന്ന് കുട്ടികളോട് നീതി പുലർത്തണം, 2 മൂന്നാമത് പറയാൻ പറ്റിയ ഒരു നീതിയുക്തമായ ഒരു റീസൺ ഇല്ല. ഒന്നുമില്ല അവർക്ക് പറയാനില്ല. അത് പിന്നെ പറഞ്ഞു ഗവൺമെൻറ് എല്ലാം കണ്ടിന്യൂഷനാണ് എന്നറിയാം. പണ്ടൊരു ഒപ്പിട്ടല്ലേ മിനിസ്റ്റർ മുരളിയും പറയുന്നുണ്ട്, പണ്ട് ഒപ്പിട്ടതല്ലേ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോവും എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ആർഗ്യുമെൻറ്റ്സ് അഗൻസ്റ്റ് NEP എന്ന് പറഞ്ഞാൽ അത് ഫാൾസ് ആയിരുന്നു, കള്ളമായിരുന്നുള്ളതും അവർക്ക് നിവൃത്തിയില്ല എന്നുള്ളതും, നിവൃത്തിയില്ലാതെ അവർ ചെയ്ത് ഇൻജസ്റ്റിസ് ആണെന്നുള്ളതും, ഇൻജസ്റ്റിസ് ആയതുകൊണ്ട് സ്റ്റുഡൻറ്റ് ഹോസ്റ്റൈലാണെന്നുള്ളതും പബ്ലിക്കിനോട് എതിർപ്പാണെന്നുള്ളതും മനസ്സിലായി വന്നപ്പം നോ അതർ ഗോ. അല്ലെങ്കിൽ നാളെ കുട്ടികളും ചോദിക്കത്തില്ലേ ഇത്രയും കോടി രൂപ ഒരു കോളേജ് ഇപ്പോൾ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഏതോ സ്കൂളൊക്കെ അവൈൽ ചെയ്തിട്ടുണ്ട്. 2 കോടി രൂപ ഒരു സ്കൂളിനൊരു വലിയ എമൗണ്ട് അല്ലേ. എന്തുമാത്രം ഫെസിലിറ്റി ക്രിയേഷന് അപ്ഗ്രഡേഷനും ടീച്ചർ ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ആ ഫണ്ട് നിങ്ങൾക്ക് തരാനും പൈസയില്ല. ഡൽഹി എന്ന് പറയാൻ വീട്ടിലാണെങ്കിൽ അപ്പം തരുന്ന പോലെ അല്ലേ നമ്മളതിനെ കാണണ്ട. അപ്പൻ്റെ പൈസ ഇല്ല, അപ്പം തരുന്ന പോലെ കണക്കാക്കാവുന്നതല്ലേ. ആ പൈസ വാങ്ങി ചിലവാക്കിയല്ലേ വേണ്ടത്. എത്ര കാലം നിങ്ങൾ RSS കുറ്റം പറയും, RSS സിലബസ് എന്ന് പറയും. ഒരു RSS സിലബസും ഇല്ല. ഇവിടെയാണ് അടുത്ത വിഷയം കൃത്യമായി വരുന്നത്. അതായത് RSS ചില ആശയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളൊരു വഴിയായി NEP കാണുന്നു. അത്തരത്തിലൊരു വിമർശനം വരുന്നു. ഈ പണം വാങ്ങിയാൽ അല്ലെങ്കിൽ ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുത്താൽ സിലബസ്, നേരത്തെ സാർ അത് പരാമർശിച്ചു, സിലബസ് മാറ്റേണ്ടി വരും. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ തന്നെ തുടരാം എന്ന് കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DPIK ആയിരുന്ന ഉദ്യോഗസ്ഥൻ കൃത്യമായി അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സിലബസ് തയ്യാറാക്കുന്നതിൽ ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടൽ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടോ? അവരുടെ ആർഗ്യുമെൻ്റ് ഇതിനെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരുന്നെല്ലാം ശരിക്കും പറഞ്ഞാൽ വാക്കിന് അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. അതായത് സെൻട്രൽ സിലബസ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, സ്റ്റേറ്റ് സിലബസ് തന്നെ അവർക്ക് ഉപയോഗിക്കാം. സെൻട്രൽ തരുന്ന എന്നാരോ ഒരു നേതാവ് പറയുന്നിട്ട് സെൻട്രലിൽ നിന്ന് RSS അടിച്ചുവിടുന്ന സാധനം ഇവിടെ പ്രിൻ്റ് ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കണം അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. യു ക്യാൻ ഫോളോ സ്റ്റേറ്റ് സിലബസ്. അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സിലബസ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ ഇടപെടലേ ഇല്ല. ഒരു കാര്യത്തിലും ഇല്ല. ഒറ്റ കാര്യത്തിലുണ്ട്, you have to follow the philosophy of NEP 2020 which has a larger objective. What is a larger objective? Producing quality graduates, good for world, good for India, good for the state. അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത ചില പ്രോട്ടോക്കോളുണ്ട്. അത് എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. അത് നാഷണൽ പോളിസിയാണ്, മനസ്സിലായില്ലേ? അതിന് കള്ളത്തരം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയും പാരൻസിനെയും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പൊളിറ്റിക്കൽ ഫാൾസ് വെച്ചുകൊണ്ട് അവരെ കണ്ടിന്യൂസ് ആയിട്ട് ചീറ്റ് ചെയ്യുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലായി. ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്. ഈ ഇടയ്ക്ക് ഇത് പറയും സംഘപരിവാർ സിലബസ്, എല്ലാവർക്കും മനസ്സിലാവത്തില്ലല്ലോ. നമ്മളത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. ഒറ്റ കണ്ടീഷൻ, adopt the philosophy and policy of NEP 2020. NEP 2020 ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ 21 കൊല്ലത്തെ 15 കൊല്ലത്തെ പഠിത്തവും 6 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 15, 6, 21 വയസ്സ് വരെയുള്ള ജേർണിയിൽ എങ്ങനെ അവനെ പഠിപ്പിക്കണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ അവൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ശക്തിയും സ്കില്ലിങ്ങും എബിലിറ്റിയും നോളജും ക്യാരക്ടറും ക്രിയേറ്റിവിറ്റിയും എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സമൂഹത്തിന് കൊള്ളാവുന്നൊരു കുട്ടിയാക്കി മാറ്റുന്ന ആ പ്രക്രിയ, ദാറ്റ് പ്രോസസ്സ്, അത് വെച്ച് ചെയ്യണം. സിലബസ് നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. അതിനിടയ്ക്ക് ഒരെണ്ണം പറയാമായിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. കള്ളത്തരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തരം മാറ്റിയെടുക്കുക ഒരുപാട് സമയമെടുക്കും. സാധാരണക്കാരൻ ഇത് പോയി വെരിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ തന്നെ ഈ പറഞ്ഞ ഈ RSS അജണ്ട അടിച്ചേൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഡിസിസ്റ്റൻസ് ഇല്ല. എത്ര പേർക്ക് അങ്ങനെ പോയി വായിക്കാൻ പറ്റും? കൺഫ്യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ, കുട്ടികളെ എളുപ്പമല്ലേ? ഇവർ ഇത്രയും കാര്യം ചെയ്ത് അനീതിയാണ്, കുട്ടികളോട് ചെയ്ത അനീതിയാണ്. അല്ലെങ്കിൽ ആദ്യമേ ഈ വണ്ടി കയറണ്ടേ. ഈ വണ്ടി കയറിയിട്ട് എല്ലാ പ്രോഗ്രാമും അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ഫെസിലിറ്റിയും ഉണ്ടാക്കുകയും അതിൻ്റെ ഫണ്ട് അവൈൽ ചെയ്യുകയും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ടതല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി.
അങ്ങനെ കേരളത്തിന് ഈ നേട്ടമുണ്ടായാൽ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള കേന്ദ്രീയ വിദ്യാലയം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിറ്റിയിലേക്ക് ഈ കേരളത്തിലെ സിലബസ് അല്ലെങ്കിൽ സിലബസ് അല്ല, കേരളത്തിലെ വിദ്യാലയങ്ങൾ ഉയരുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാകും. അത് ഏത് നിലവാരത്തിലേക്ക് എത്തും? അതാണ് പ്രധാനം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ കുട്ടികളുണ്ടാക്കുന്ന 3-4 ജാർഗൺ ബേസ് ചെയ്തിട്ട്, ഒന്ന് ഫ്യൂച്ചർ റെഡി, രണ്ടാമത് എംപ്ലോയബിൾ, 3 ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, സ്മാർട്ട് പീപ്പിൾ, അവൻ്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തു. ഇങ്ങനത്തെ കുട്ടികളുണ്ടാക്കണം. പണ്ടൊക്കെ നമ്മൾ A+ മാത്രമായിരുന്നു, എ ഗ്രേഡ്, മഗ്ഗിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് തിങ്കിങ്, സ്കില്ലിങ്, ക്രിയേറ്റീവ്, എബിലിറ്റി ടു ഡു റിസർച്ച്, അവൻ നല്ല സയൻറ്റിസ്റ്റും, അവൻ നല്ല എന്താ പറയുക, ഇന്നത്തെ ഉള്ള ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ ന്യൂജൻ കോഴ്സസും പ്രോഗ്രാംസും കൈകാര്യം ചെയ്യാൻ പറ്റുന്നവനുമായ മിടുക്കന്മാരായി വരികയും, ചുമ്മാ മിടുക്കന്മാരല്ല, LKG മുതലുള്ള ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സ്ട്രാറ്റജി ഉണ്ട്. അവിടെ വളരെ ക്ലിയറാണ്. കുട്ടിക്കാലത്ത് വേണ്ട ഫുഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കുകയാണ്. അവൻ്റെ ന്യൂട്രീഷൻ നോക്കണം, അവൻ്റെ ഹെൽത്ത് നോക്കണം, അവൻ്റെ ഫിറ്റ്നസ് നോക്കണം, എൻ്റെ വെൽനെസ് നോക്കണം, അവൻ്റെ ഹാപ്പിനെസ് നോക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയണത് ഇന്ത്യ ഷുഡ് ബി എ നോളജ് ഹബ്. നമ്മളായിരിക്കണം ടെക്നോളജി പ്രൊഡ്യൂസ് ചെയ്യുകയും ടെക്നോളജി കൊടുക്കുകയും ചെയ്യുന്ന വിവര സാങ്കേതിക വിദ്യയുടെ നമ്മുടെ എന്താ പറയുക കുടുംബമായിരിക്കണം. നമ്മൾ ഇവിടേക്ക് വരണം. നമ്മളിപ്പോൾ കേരളത്തിന് തന്നെ നമ്മൾ വിദ്യാഭ്യാസ പോളിസി ഉണ്ടാക്കുമ്പോഴത്തേക്ക് 3.6 കോടി ജനങ്ങളുണ്ടാകുന്ന 40 ലക്ഷം പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇനി വിദ്യാഭ്യാസ പോളിസി ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇനി വിദ്യാഭ്യാസ പോളിസി ഉണ്ടാക്കേണ്ട ആർക്ക് വേണ്ടി എന്നാണ്? ലോകത്തുള്ള ജനം കേരളത്തിൽ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ വിദ്യാഭ്യാസം എടുത്ത് ഈ പറഞ്ഞ 40 ലക്ഷം പിള്ളേർക്ക് പകരം 1 കോടി പിള്ളേർ ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ പഠിച്ച് എഡ്യൂക്കേഷൻ ആസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വന്ന് യൂണിവേഴ്സിറ്റികളുടെ ഹബ്ബായി, കോളേജിൻ്റെ ഹബ്ബായി, പ്രൊഡക്ഷൻ ഹബ്ബായി, ഇൻഡസ്ട്രി ഹബ്ബായി, ഇറ്റ് ഷുഡ് നമ്മുടെ തിങ്കിങ് അങ്ങനെ മാറണം. എപ്പോഴും ഈ യൂണിവേഴ്സിറ്റി എല്ലാം വന്നാൽ എന്ത് ചെയ്യും, ഈ കോളേജ് വന്നാൽ എന്ത് ചെയ്യും? പക്ഷേ യൂണിവേഴ്സിറ്റിയും കോളേജും വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ 13,000 സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ട് വൈ വി ഷുഡ് ഹാവ് ദിസ് 13,000 സ്കൂള് അല്ല വേണ്ട. എത്ര ഈ പറഞ്ഞ PM ശ്രീ സ്കൂള്, പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈസ്കൂൾ സ്കൂൾ ആദ്യത്തെ പേജ് 165ആണ്. 13,000 ഡിഫറൻസ് എത്ര കിടക്കണം? ഇതെല്ലാം ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്യണ്ടേ? ഈ മോശമായിട്ടുള്ള അടച്ചു പൂട്ടണം, നല്ല ക്വാളിറ്റി ഉള്ള വരണം. അവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കണം. ക്വാളിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ നേഷൻ. അങ്ങനെ പോകണം. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് തിയറി പഠിപ്പിക്കാൻ വേണ്ടി ഇന്നൊരു സാറ് റിയലി വേണ്ട. പക്ഷേ സാറിനെ റീപ്ലേസ് ചെയ്യല്ല, സാറ് വേണം ആസ് എ മെൻറ്റർ. സാറും ഇത് കൂടുതൽ പഠിച്ചിട്ട് ഈ കുട്ടിക്ക് അപ്പോഴും ചില ചോദ്യങ്ങളും അതിന് സംശയങ്ങളും കൂടെ ആസ് എ മെൻറ്റർ സാറ് കൂടെ തന്നെ വേണം. ബട്ട് യു വിൽ ഹാവ് ഗുഡ് ക്വാളിറ്റി ടീച്ചേഴ്സ്. ബട്ട് ഇന്ന് സാറന്മാർ ചെയ്യുന്ന ഈ പ്രഭാഷണങ്ങൾ ഓഫ് ഹാൻഡിൽ വന്ന് ചെയ്യുന്നത് ഭംഗിയായിട്ട് ഓഡിയോ വീഡിയോ ഡെമോ രീതിയിൽ കാണിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന തിയറി ഇവിടെ ഉണ്ട്. ദാറ്റ്സ് ഓൺലി തിയറി. ഇനി അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ആവണമെങ്കിലോ, പ്രാക്ടിക്കലാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ വർക്കിംഗ് സൈറ്റ്. ഉദാഹരണത്തിന് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണം. തിയറി നമ്മൾ അതിൻ്റെ സിവിലും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളവിടെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും, എങ്ങനെ ചെയ്യും, ഈ സിമെൻറ്റ് എങ്ങനെ ഇരിക്കും, കൈകുന്ന വേവ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യം പഠിക്കാനില്ലേ? എത്ര ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ വില വ്യത്യാസമുണ്ട്, ചൈനയുടെ മെറ്റീരിയൽ ഏത്, ഹീ ഈസ് സീയിങ് ഇറ്റ്, ഹീ ഈസ് യൂസിങ് ഇറ്റ്, ഹീ ഈസ് കൺസ്ട്രക്ടിങ് ഇറ്റ് ആൻഡ് ഹീ ഈസ് സീയിങ് ദ ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഫീൽഡ് ലെവൽ. അങ്ങനെയല്ലേ അവരത് പഠിക്കണത്. നമുക്ക് പണ്ട് അതൊന്നുമില്ലല്ലോ. ഇന്ന് പറയുന്നത് തിയറി ക്യാൻ ബി ലേൺ ഫ്രം എനിവെയർ. നിങ്ങൾ തുറന്നു വെച്ചാൽ ബെഡിൽ കിടന്നോ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ പഠിക്കാം. ബട്ട് ഫോർ ഗെയിനിങ് ദ സ്കിൽ, ആ വേർഡ് ഇതിൽ ഈ NEPയിൽ ഒരു പ്രധാനപ്പെട്ട വേർഡാണ് സ്കിൽ ഗെയിനിങ്, എക്സ്പെർട്ടൈസ് ഗെയിനിങ്, ഡൂവബിലിറ്റി ഗെയിനിങ്ങിന്. അതിന് നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ വർക്ക് സൈറ്റിൽ പോകണം, സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ വർക്ക് സൈറ്റിൽ പോകണം, അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ ഫീൽഡിൽ പോകണം. സോ യു ഹാവ് ടു ബി ലിങ്ക്ഡ് ടു എ പ്രൊഡക്ഷൻ സൈറ്റ് ഓർ എ വർക്കിംഗ് സൈറ്റ്. അതിനാണ് ഈ വേർഡ് ഉപയോഗിക്കുന്നത്, ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ. നിലവിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷയുടെ എന്തെങ്കിലും കാര്യം തോന്നുന്നുണ്ടോ? ഈ PM ശ്രീ അഡോപ്റ്റ് ചെയ്ത് ഇത്രയും വലിയ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുമെന്ന്. സാർ കേരള ഗവൺമെന്റിന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ്, വൈസ് ചാൻസലറൊക്കെ ഉന്നത പദവിയിലിരുന്ന വ്യക്തിയാണ്. നിലവിലെ ഒരു
ഒരു പ്രതികരണം കണ്ട് ഇത്തരത്തിലൊരു പ്രതീക്ഷ PM ശ്രീയിലേക്ക് കേരളം എത്തുമെന്ന് തോന്നുന്നുണ്ട്? മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മിനിസ്റ്റർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു, ഒരു മിനിസ്റ്റർ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു, VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഞാൻ കേട്ടു. ഇവർ കുറച്ചുകൂടെ സോഫ്റ്റാണ് ഒന്ന്. രണ്ടാമത് ഇവർ പ്രാക്ടിക്കൽ പൊസിഷൻ അംഗീകരിക്കുന്നവരാണ്. രാഷ്ട്രീയം പറയാൻ നേരത്ത് തോന്നിയാസമൊക്കെ തോന്നിയാസമല്ല വായി വന്ന രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി. മൂന്നാമത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക് പൂച്ചപറ്റ ഇതുമായിട്ടാണ് ജീവിക്കുന്നത്. നല്ല കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. അഞ്ചാമത് അവർ പിന്നും പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തിനോട് അടിക്കാനല്ല വന്നുള്ളൂ, വാങ്ങിച്ചെടുത്ത് സഹരിച്ചു. ഇതെല്ലാം കൂടെ കണ്ട് കേട്ട് അവരുടെ സ്വഭാവം, അവരുടെ DNA, അവരുടെ പ്രവർത്തന ശൈലി, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫിലോസഫി, അടിക്കേണ്ട എന്നുള്ള ആ സ്ട്രാറ്റജി, ഇതിനെപ്പറ്റി അവരൊപ്പിട്ടല്ലേ ഞാൻ ഇതങ്ങ് എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളൊരു സ്ട്രാറ്റജിയൊക്കെ വെച്ച് നോക്കുമ്പം ഐ തിങ്ക് ദേ വിൽ മേക്ക് എ ചേഞ്ച്. ദേ വിൽ ബി ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് റിജീം. അതുകൊണ്ട് വി ക്യാൻ ബി ഹോപ്പ്ഫുൾ, അതർവൈസ് ദേ ആർ ഡൂയിങ് ഇൻജസ്റ്റിസ് ടു ദ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി. അപ്പോൾ തീർച്ചയായും മാറാത്തത് മാറുമെന്ന് പ്രതീക്ഷ സാറിനുണ്ട്. മാറും. ഓക്കെ, അതുതന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാറാത്തത് മാറുമെന്ന പ്രതീക്ഷയാണ്. PM ശ്രീയുടെ നേട്ടം നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.